ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒത്തിരി പ്ലാന്റ്സാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ പ്ലാന്റ്സൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോകുക. അതല്ല എങ്കിൽ അതിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് തൊട്ട് താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഒന്ന് അയച്ചു തരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി ജമന്തിൻ്റെ വെറൈറ്റീസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജമന്തി പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടോ അല്ലെങ്കിൽ സിംഗിൾ പ്ലാന്റ് ആയിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ജമന്തി പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് മൊത്തം നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അപ്പം ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഡിസംബർ ലേഡി എന്നറിയപ്പെടുന്ന നല്ല ഭംഗിയിൽ വൈറ്റ് ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഈ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഇലകൾ പോലും കാണാത്ത രീതിയിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. അടുത്തത് നിക്കോഡിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നിക്കോഡിയയിൽ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പം ഇതിൽ നല്ല പിങ്ക് ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു സിൽവർ കളറ് ഇലകളായിരിക്കും ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് ടെക്കോമേൻ്റെ ഒരു പിങ്ക് കളറാണ് കേട്ടോ. ജോൺ ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ ടെക്കോമേൻ്റെ ഈ ഒരു പിങ്ക് ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപ മാത്രമേ ഉള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട് ഇതുവരെ പരിചയം ഉണ്ടാവില്ല അല്ലേ. നല്ല ഭംഗിയിൽ കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസ് നിൽക്കുന്ന പോലെ നല്ലപോലെ ലീഫ് മൊത്തം ഇങ്ങനെ കളറാവുന്ന ഒരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ഒത്തിരി ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ വേണ്ടി. അപ്പോൾ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്തൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. പിത്തേസെലോബിയം എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് വരുന്നത്. നമുക്ക് അപ്പോൾ ഇതിൻ്റെ നല്ല പോലെ ഹെൽത്തി ആയിട്ടുള്ള തൈകൾ അവൈലബിൾ ആണ്. ഇത് കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു ലീഫിൽ നല്ല കളറായിട്ട് വരും. പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും കൊടുക്കേണ്ട, നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് ഈ പ്ലാന്റ് നട്ടു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 340 രൂപയാണ് കേട്ടോ. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂസിയൻ്റെ നല്ല വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റാണ്. ഫ്യൂസിയ പ്ലാന്റ്സ് ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. തണുപ്പ് സമയത്തൊക്കെ ഇതുപോലെ നന്നായിട്ട് ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് ഫ്യൂസിയ വെറൈറ്റീസ്. അപ്പോൾ ഫ്യൂസിയൻ്റെ ഈ ഒരു കാണുന്ന വൈറ്റ് ഫ്ലവേഴ്സ് തരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്ത് ടൈഗർ ലിപ്സ്റ്റിക് എന്നറിയപ്പെടുന്ന നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ടൈഗർ പോലെയായിരിക്കും എൻ്റെ ലീഫ് വരുന്നത് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 55 രൂപയാണ്. അടുത്തത് പീരിയേൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ പീരിയ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പീരിയേൻ്റെ ബ്ലാക്ക് കളർ വരുന്ന ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപ മാത്രമേ ഉള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെഗസ്റ്റോമിയൻ്റെ പിങ്ക് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റാണ്. ഇതുപോലെ ഒരുപാട് പൂക്കൾ തരും. അപ്പോൾ ഈ ലെഗസ്റ്റോമിയൻ്റെ പിങ്ക് ഫ്ലവേഴ്സ് വരുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. അടുത്തത് ബ്രോക്കൺ ഹാർട്ട് മോൺസ്റ്റെര എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ മോൺസ്റ്റെരയിൽ തന്നെ മറ്റേ വെറൈറ്റീസാണ്. നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് നന്നായിട്ട് കയറ്റി വിടാൻ പറ്റുന്ന, ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. അടുത്ത ക്രിപ്റ്റാന്തസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ക്രിപ്റ്റാന്തസിൻ്റെ നല്ലൊരു ചോക്ലേറ്റ് കളറിലേക്ക് വരുന്ന പ്ലാന്റ് ആണ്. പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും കൊടുക്കേണ്ട, നമുക്ക് ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. അടുത്തത് നമുക്ക് വീട്ടിൽ ഡയറക്റ്റ് സൺലൈറ്റ് വെക്കാൻ പറ്റുന്ന ഒരു ലീഫൊക്കെ നല്ല യെല്ലോ കളറിലേക്ക് വരുന്ന പ്ലാന്റ് ആണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. സെയിം സൈസ് പ്ലാന്റ് ആയിരിക്കും തരുന്നത്. അടുത്ത റെയിൻബോ പെപ്രോമിയ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. പെപ്രോമിയ വെറൈറ്റി പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, നല്ലൊരു പിങ്കും അതുപോലെ തന്നെ ഗ്രീനും യെല്ലോയും കളർ കോമ്പിനേഷൻ വരുന്നതാണ്. ഇതാണ് പ്ലാന്റ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപ മാത്രമേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ആയിരിക്കും തരുന്നത്. അടുത്ത പ്ലാന്റ് സെനേരിയോ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൂ കളറും ഗ്രീൻ കളറും നമുക്ക് അവൈലബിൾ ആണ്. നല്ല ഭംഗി എൻ്റെ ലീഫ് കാണാൻ വേണ്ടി കേട്ടോ. ഒറ്റ നോട്ടത്തിൽ താമര പോലെയൊക്കെ തോന്നുന്നത് അതുപോലത്തെ ലീഫ് വരുന്ന വെറൈറ്റിയാണ്. സെനേരിയോൻ്റെ ഗ്രീനും അതുപോലെ തന്നെ ബ്ലൂ കളറും നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് വരുന്ന പർപ്പിൾ കളറായിട്ടുള്ള നല്ല സ്നാപ് ഡ്രാഗനാണ് കേട്ടോ. നല്ല ഭംഗിയിൽ പൂക്കൾ വരുന്ന പ്ലാന്റാണ്. എല്ലാ ക്ലൈമറ്റിലും ഒരുപോലെ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചും പൂക്കളായിരിക്കും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു സൈസുള്ള പൂക്കളോട് കൂടിയ പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്.
പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതുവരെ കണ്ട് വലിയ പരിചയം ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ ഒരു ഉള്ളം കൈനേക്കാളും വലിപ്പത്തിൽ നല്ല പോലെ വലിയ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. പാഷൻ ഫ്ലോറേൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ അവൈലബിൾ ആണ്. ശരിക്കും ഒരു വലിയ ജിമിക്കി കമ്മൽ പോലെയൊക്കെ തോന്നും അല്ലേ, അത്രയ്ക്ക് വലിപ്പത്തിൽ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് വളരെ കുറച്ച് തൈകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസുള്ള തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. ഇത് വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ക്രീപ്പറായിട്ട് നമുക്ക് കയറ്റി വിടാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പൂക്കൾ അത്രയ്ക്ക് വലിപ്പവും അതുപോലെ തന്നെ നല്ല ഗന്ധവും തരുന്ന വെറൈറ്റിയാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനും പറ്റുന്നതാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ വയലറ്റിൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ ബ്രൗൺ കളറൊക്കെ ഓഫറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ കൊടുക്കുന്ന ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഡബിൾ പെറ്റൽസ് ഒക്കെ ആയിട്ട് വരുന്ന വൈറ്റ് കളർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ചെറിയ തൈ ആയിരിക്കും തരുന്നത്, ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ളത്. അടുത്തത് ഫ്യൂസിയേൻ്റെ തന്നെ നല്ലൊരു കളർ കോമ്പിനേഷൻ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്യൂസിയേൻ്റെ ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വെറൈറ്റിയാണിത്. ഇനിയിപ്പോൾ ഫ്യൂസിയ കോംബോ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു സൈസിലുള്ള കോംബോ ഓഫർ നമ്മൾ തരുന്നുണ്ട്. 4 വെറൈറ്റിക്ക് 420 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത കലാഡിയം പ്ലാന്റ് ആണ് കേട്ടോ. കലാഡിയത്തിൻ്റെ നല്ലൊരു പിങ്ക് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ വരുന്ന വെറൈറ്റിയാണ്. ഇതാണ് കലാഡിയത്തിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു കലാഡിയത്തിന് നമുക്ക് റേറ്റ് വരുന്നത് 85 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ജിഫിയിൽ നട്ടിട്ടുള്ളതാണ്. ജിഫി പൊട്ടിക്കാതെ തന്നെ നിങ്ങൾക്ക് പോട്ട് മിക്സിലേക്ക് നട്ടു വെക്കാവുന്നതാണ്. ഒരു കെയറിങ് ഒന്നും കൊടുക്കണ്ട, ഓവർ വാട്ടറിങ് ചെയ്യാതിരുന്നാൽ മാത്രം മതി കേട്ടോ. പിന്നെ ട്രീ ഫേൺ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ ഈ ട്രീ ഫേൺ നമുക്കിങ്ങനെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. ഈ ഒരു ട്രീ ഫേണിന് നമുക്ക് റേറ്റ് വരുന്നത് 75 രൂപ മാത്രമേ ഉള്ളൂ. ഇതാണ് സൈസ് വരുന്നത്. ഇനി കലാഡിയത്തിൻ്റെ തന്നെ ഒരു നല്ല റെഡും വൈറ്റ് ലൈൻസും വരുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ്, സീബ്ര വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 85 രൂപ തന്നെയാണ്. ജിഫി ബാഗ് നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളാണ്. ഇനി കലാഡിയത്തിൻ്റെ 5 വെറൈറ്റീൻ്റെ കോംബോസും 4 വെറൈറ്റീൻ്റെ കോംബോ ഓഫറുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് കോംബോ ഓഫറായിട്ടാണ് വേണ്ടതെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോംബോ ഓഫർ എന്നൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇനി പോം ഫേൺ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഫേൺ വെറൈറ്റീസ് നമുക്ക് അധികം കെയറിങ് ഒന്നും കൊടുക്കണ്ട, വല്ലപ്പോഴും ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. അത് നന്നായിട്ട് ഗ്രോത്ത് ചെയ്യുന്നൊരു പ്ലാന്റാണ് ഈ പോം ഫേണൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. ഫേൺ വെറൈറ്റീസൊക്കെ എളുപ്പം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്ക് ഹോയേൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഹോയേൻ്റെ നല്ല വെരിക്കേറ്റഡ് ആയിട്ട് വരുന്നൊരു വെറൈറ്റിയാണിത്. ഇത് വിത്ത് പോട്ടായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 200 രൂപയാണ്. ഹോയ വെറൈറ്റീസിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് കേട്ടോ. അടുത്തത് നമ്മുടെ 100 രൂപേൻ്റെ പ്ലാന്റാണ്. ഹോയേൻ്റെ തന്നെ വെരിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതാണ് സൈസ് വരുന്നത്. പിന്നെ ഹോയേൻ്റെ ഹിന്ദുറോപ്പാണ്. ഹിന്ദുറോപ്പിന് 200 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പം ഈ ഹോയേൻ്റെ 3 വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മൾ സെയിലിനായിട്ട് തരുന്നത്. ഇത് വിത്ത് പോട്ടായിട്ടും വിത്തൗട്ട് പോട്ടൊക്കെ ആയിട്ടായിരിക്കും അയച്ചു തരുന്നത്. ഹോയേൻ്റെ ഈ കേർലി ആയിട്ടുള്ള പ്ലാന്റ് നല്ല കോസ്റ്റ്ലിയാണ്. അത് വിത്ത് പോട്ടായിട്ടായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്ലാന്റൊക്കെ വളരെ സേഫായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. 3 ഷൂട്ടൊക്കെ ഉണ്ടാവും കേർലി ആയിട്ടുള്ള ഹോയയ്ക്ക് വരുന്നത്. അടുത്തത് മെലോനിനി ഗോൾഡ് എന്നറിയപ്പെടുന്ന ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു സുന്ദരി പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ജിഫിയിൽ നട്ട പ്ലാന്റ് ആണ്. നല്ലതായിട്ട് റൂട്ടൊക്കെ സ്പ്രെഡ് ചെയ്തതാണ്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് 90 രൂപയാണ് റേറ്റ് വരുന്നത്. മെലോനിനി ഗോൾഡ് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് ചോക്കോ ഇംപ്രസ് എന്നറിയപ്പെടുന്ന ഫിലോഡെൻഡ്രം വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ ലീഫിനൊരു ചോക്ലേറ്റ് കളർ കയറി വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ പേര് വന്നേക്കുന്നത്. 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത വാട്ടർ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. വാട്ടർ ജാസ്മിൻ ഇത് കണ്ടില്ലേ, ഇങ്ങനെ നല്ല വൈറ്റ് ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ വാട്ടർ ജാസ്മിൻ്റെ നമുക്ക് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 90 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. അടുത്തത് നമുക്ക് നല്ല ജിമിക്കി കമ്മൽ പോലെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതെല്ലാ സമയത്തും പൂക്കൾ തരും. ഈ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് പൂക്കൾ തരുന്ന നല്ല ഭംഗി. ഇതിൻ്റെ കായൊക്കെ കാണാൻ വേണ്ടി കുറേ പേര് രുദ്രാക്ഷം പ്ലാന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ. ഇപ്പോൾ ഓഫർ സെയിലായിട്ടാണ് നമ്മൾ 70 രൂപയ്ക്ക് തരുന്നത്. നല്ല റൂട്ട് വന്നിട്ടുള്ള നല്ല കട്ടിങ്സ് എടുത്തിട്ടുള്ള തൈ ആയിരിക്കും തരുന്നത്.
ഇനി അലോക്കേഷ്യൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. അലോക്കേഷ്യൻ്റെ സിൽവർ ഡ്രാഗൺ എന്നറിയപ്പെടുന്ന നല്ല ഭംഗിയിൽ സിൽവർ കളറിൽ ഇലകൾ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 99 രൂപയാണ്. ഇത് കണ്ടില്ല, നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. ഇതേ സൈസുള്ള തൈ ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ. അടുത്ത അലോക്കേഷ്യൻ്റെ കുപ്രിയ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് നമുക്ക് 130 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതും ജിഫി ബാഗ് നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളായിരിക്കും തരുന്നത്. പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ജിഫി ബാഗിൻ്റെ പുറമെ നല്ലപോലെ റൂട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. നിങ്ങൾ അടുത്തത് നമ്മുടെ റെക്സ് ബിഗോണിയേൻ്റെ നല്ല ശംഖ് പോലെ ഡിസൈൻ വരുന്ന പ്ലാന്റാണ്. ഇതിന് 80 രൂപയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മരമുല്ലയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന നല്ല സ്മെല്ലുള്ള പ്ലാന്റാണ് മരമുല്ല. ഈ ഒരു പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. നല്ല ബുഷായിട്ടുള്ള ഫ്ലവേഴ്സ് ആകാനായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത്. ഇത് നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇനി അടുത്ത് കലാഞ്ചിയോ എന്നറിയപ്പെടുന്ന നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. കലാഞ്ചിയോ പ്ലാന്റ്സ് ഇഷ്ടമില്ലാത്തവർ തന്നെ ആരുമില്ല. നല്ല ഡബിൾ പെറ്റൽസ് ആയിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റാണ് കലാഞ്ചിയോ വെറൈറ്റീസ്. നമുക്കിങ്ങനെ പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് തരും. ഒരു പോട്ട് നിറച്ചും ബുഷായിട്ട് നിൽക്കും. ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് തരുന്നത്. കലാഞ്ചിയോൻ്റെ 3 വെറൈറ്റീസാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഡാർക്ക് മച്ചന്ത കളറിലേക്ക് വരുന്ന കലാഞ്ചിയോ, പിന്നെ യെല്ലോ നമുക്ക് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ റെഡ് കളർ അവൈലബിൾ ആണ്, പിന്നെ പിങ്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെ കോംബോ വേണമെങ്കിൽ കോംബോ ആയിട്ട് നമ്മൾ തരും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 4 വെറൈറ്റീസ് അവൈലബിൾ ആണ്. കോംബോ ആയിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് തരാൻ പറ്റും. കോംബോ ആയിട്ട് വേണ്ടവർ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയേ. അടുത്ത ഒരു ഫേൺ വെറൈറ്റിയാണ്. നല്ല ഭംഗിയിലുള്ള ലീഫ് വരുന്നൊരു ഫേണാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ജിഫി ബാഗ് നട്ടിട്ടുള്ള ഫേൺ വെറൈറ്റീസാണ് തരിക. ഇതിൻ്റെ ലീഫിൽ നല്ലൊരു ചെറിയൊരു ഡോട്ടായിട്ട് കാണാൻ പറ്റും. നല്ല ഭംഗിയിൽ വന്നിരിക്കുന്നൊരു ഫേൺ വെറൈറ്റീസാണ്. അടുത്തത് ഒരു ചെറിയ വളരെ നൈസായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ലീഫ് വരുന്നൊരു ഫേൺ വെറൈറ്റിയാണ്. കോട്ടൺ ക്യാൻഡിമാൻ എന്നാണ് ഈ ഒരു ഫേൺ വെറൈറ്റീസ് അറിയപ്പെടുന്നത്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ജിഫി ബാഗ് നട്ടിട്ടുള്ള തൈ ആയിരിക്കും തരുന്നത്. ഈ ഫേൺ വെറൈറ്റീസ് നമുക്ക് പ്രത്യേകിച്ച് ഒരു കെയറിങ് ഒന്നും കൊടുക്കണ്ട. നന്നായിട്ട് എല്ലാ ക്ലൈമറ്റിലും ഉണ്ടാവും. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റും. അടുത്തത് ക്രിയോഡൻഡ്രം അല്ലെങ്കിൽ വെള്ളക്കണിക്കൊന്ന, ചെയിൻ ഓഫ് ഫ്ലോറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയിൽ വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മെച്യൂർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ് ഈ ഒരു സൈസ് വരുന്ന തൈക്ക് 190 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ ജിഫി നട്ടിട്ടുള്ള പ്ലാന്റ് ആണ് വേണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ തരുന്നതായിരിക്കും. ജിഫി നട്ടിട്ടുള്ള പ്ലാന്റ് 110 രൂപേൻ്റെയും 60 രൂപേൻ്റെ ഒക്കെ സൈസുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. പല വിലയിൽ പല തരത്തിലുള്ള പ്ലാന്റ്സ് ഈ ചെയിൻ ഓഫ് ഫ്ലോറിൻ്റെ ഉണ്ട് കേട്ടോ. ഇതിന് 190 അടുത്ത കലാഡിയത്തിൻ്റെ തന്നെ നല്ലൊരു ഡാർക്ക് ഓറഞ്ചും അതുപോലെ തന്നെ യെല്ലോ കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 85 രൂപയാണ് കേട്ടോ. അടുത്തത് നമ്മുടെ മോൺസ്റ്ററേൻ്റെ ഒരു കോംബോ ഓഫർ നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നേ. മോൺസ്റ്റർ അഡിലീഷ്യസിൻ്റെ മോൺസ്റ്റർ തായ് കോൺസ്റ്റലേഷൻ്റെയും കൂടി ഒരു കോംബോ ഓഫറാണ്. പെരിക്കേറ്റഡ് ആയിട്ടുള്ള നോർമൽ വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. എത്രത്തോളം ഹെൽത്തിയാണെന്ന് അറിയാമോ? നമ്മുടെ വീടിൻ്റെ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് എന്ന് പറയാം മോൺസ്റ്റർ തന്നെയാണ്. പെട്ടെന്ന് വലുതാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിൽ ചെറിയൊരു വിള്ളൽ വന്നിട്ട് ബ്രോക്കൺ പോലെ ഇങ്ങനെ വരികയും ചെയ്യും. ബ്രോക്കൺ ഹാർട്ട് പോലത്തെ തന്നെ ലീഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ നമ്മളിപ്പോൾ കൊടുക്കുന്നത് 550 രൂപയ്ക്കാണ്. ഈ 2 മോൺസ്റ്റർ വെറൈറ്റീസും നിങ്ങൾക്ക് കോംബോ ഓഫറിലും സിംഗിളായിട്ട് സ്വന്തമാക്കാൻ പറ്റും. അടുത്ത പ്ലാന്റ് നമുക്ക് നോക്കാം. അടുത്ത അലോക്കേഷ്യൻ്റെ മെലോ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് 150 രൂപ റേറ്റാണ് വരുന്നത്. ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്കായിട്ട് തരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയിൽ ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ അലോക്കേഷ്യൻ്റെ മെലോ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി. ഇനി അടുത്തത് നമ്മുടെ കാക്ടസ് വെറൈറ്റിയാണ് കേട്ടോ. കാക്ടസിൽ ഇതുപോലെ ഒരുപാട് കളേഴ്സിൽ വരുന്ന മൂൺ കാക്ടസ് ആണ്. മൂൺ കാക്ടസിൻ്റെ നമുക്ക് 5 വെറൈറ്റിക്ക് 950 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി ഇതിപ്പോൾ സിംഗിൾ പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് പ്ലാന്റാണോ അതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേരോ കറക്റ്റായിട്ട് തന്നെ വാട്സപ്പിൽ അയച്ചു തരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.